ആർക്കാണ് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചത്? ഓപ്ഷൻ എ വിശ്വാസികൾക്ക്, ഓപ്ഷൻ ബി യഹൂദന്മാർക്ക്, ഓപ്ഷൻ സി സകല മനുഷ്യർക്കും. ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക്, നിശ്ചയ ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുകയാണ്. വേഗത്തിൽ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ തീത്തോസിന്റെ ലേഖനം, ഫിലോമോന്റെ ലേഖനം, രണ്ട് ലേഖനങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. നമുക്കറിയാം തീത്തോസിന്റെ ലേഖനം 3 അധ്യായമേ ഉള്ളൂ. അതുപോലെ തന്നെ ഫിലോമോന്റെ ലേഖനം 1 അധ്യായമേ ഉള്ളൂ. അപ്പോൾ 4 അധ്യായത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ 3 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്. ആർക്കാണ് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചത്? ഓപ്ഷൻ എ വിശ്വാസികൾക്ക്, ഓപ്ഷൻ ബി യഹൂദന്മാർക്ക്, ഓപ്ഷൻ സി സകല മനുഷ്യർക്കും. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ക്രേത്യരെക്കുറിച്ച് പറഞ്ഞ വിശേഷണങ്ങൾ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ അസത്യവാദികൾ, ഓപ്ഷൻ ബി ദുഷ്ടജന്തുക്കൾ, ഓപ്ഷൻ സി ജ്ഞാനികൾ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്. ന്യായശാസ്ത്രി എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ അപ്പല്ലോസ്, ഓപ്ഷൻ ബി സേനാസ്, ഓപ്ഷൻ സി തീത്തോസ്. നാലാമത്തെ ചോദ്യം ഇതാണ്. ഫിലോമോന്റെ സ്നേഹത്തിൽ സന്തോഷം തോന്നാൻ കാരണം എന്താണ്? അഞ്ചാമത്തെ ചോദ്യം. പ്രയോജനമില്ലാത്തതും അർത്ഥശൂന്യവും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ്? ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. നാം എന്തിനായി കാത്തിരിക്കണം? ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഏഴാമത്തെ ചോദ്യം ഇതാണ്. നമ്മെ രക്ഷിച്ചത് എപ്രകാരമാണ്? എട്ടാമത്തെ ചോദ്യം. ആജ്ഞാപിച്ചില്ല, അപേക്ഷിച്ചു. ആരാണ്, ആരോടാണ്, ആർക്കു വേണ്ടിയാണ്? ഒൻപതാമത്തെ ചോദ്യം ഇതാണ്. പൗലോസിന് ഫിലോമോനെ പറ്റി ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് എന്താണ്? പത്താമത്തെ ചോദ്യം. മനസ്സ്, ബുദ്ധി, ഈ അർത്ഥം വരുന്ന ഒരു പദം ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് ഏതാണ്? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വേഗത്തിൽ നമ്മുടെ നിബന്ധനകളൊന്ന് പറയാം. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് തന്നെ ഉത്തരങ്ങൾ അയക്കുക. എല്ലാ ഉത്തരത്തോടൊപ്പം റഫറൻസ് ആവശ്യമാണ്. ഒരു ദിവസമാണ് ഉത്തരം അയക്കുവാനുള്ള സമയം. ഉത്തരത്തിന് മുകളിലായിട്ട് നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ അത് ഉത്തരങ്ങൾ അയച്ചവരുടെ പേര് പറയുമ്പോൾ വളരെ വേഗത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഐഡി ഒക്കെ നോക്കി വായിക്കുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്. അതുകൊണ്ടാണ് ദയവായിട്ട് നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ വേഗത്തിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ 2 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. പൗലോസിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ചത് ആരാണ്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി കർത്താവ്, 4:17. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ഈ ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയവൻ ആരാണ്? ഉത്തരം ഇതാണ്. ഓപ്ഷൻ ബി ദേമാസ്, 4:10. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. ആളുകൾ ശ്രദ്ധിക്കാത്തത് എന്താണ്? ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി സത്യം, 4:4. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു. ആദ്യ ഫലം അനുഭവിക്കേണ്ടത് ആരാണ്? ഉത്തരം ഇതാണ്. അധ്വാനിക്കുന്ന കൃഷിക്കാരൻ, 2 തിമോത്തിയോസ് 2:6. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു. പഴയ നിയമത്തിൽ 39 കാണാത്ത ചിലരെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ആരെയൊക്കെയാണ്? ഉത്തരം ഇതാണ്. യന്നേസും എംബ്രേസും. ഇവർ പഴയ നിയമ കഥാപാത്രങ്ങളാണെങ്കിലും, അതായത് മോശയോട് എതിർത്ത് നിന്നായിട്ടാണ് നാം വായിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ ഒരിടത്തും ഇവരെ പറ്റി പറയുന്നില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ 39 കാണുന്നില്ല എന്ന് പറഞ്ഞത്. ഇവരെ പറ്റി പറയുന്നത് 2 തിമോത്തിയോസിൽ മാത്രമാണ്. 2 തിമോത്തിയോസ് 3:8. എല്ലാവർക്കും ഉത്തരം മനസ്സിലായി എന്ന് കരുതുന്നു. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു. ഉപദ്രവം ഉണ്ടാകുന്നത് ആർക്കാണ്? ഉത്തരം ഇതാണ്. 2 തിമോത്തിയോസ് 3:12 കാണാം. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു. മൂവരിൽ കാണുന്ന ഒരേ സ്വഭാവ ഗുണം എന്താണ്? മൂവർ ആരെല്ലാമാണ്? സ്വഭാവ ഗുണമെന്ന് പറയുന്നത് നിർവ്യാജ വിശ്വാസം, 2 തിമോത്തിയോസ് 1:4. മൂവർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിമോത്തിയോസ്, വലിയമ്മ ലോവീസ്, അമ്മ യുനീക്ക, 1 തിമോത്തിയോസ് 1:5.
എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: കേൾക്കുന്നവരെ മറിച്ചു കളയുന്നത് എന്താണ്? ഉത്തരം ഇതാണ്: വാഗ്വാദം. 2 തിമോത്തിയോസ് 2:14. ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു: ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? ഉത്തരം ഇതാണ്: ലൂക്കോസ്. 2 തിമോത്തിയോസ് 4:11. പത്താമത്തെ ചോദ്യം, അവസാന ചോദ്യം ഇതായിരുന്നു: നിയമം തെറ്റിച്ചാൽ ഇത് കിട്ടില്ല. പൗലോസിന് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്താണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് കിരീടം. നമുക്കിങ്ങനെ അവിടെ വായിക്കുവാൻ സാധിക്കുന്നുണ്ട്: ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരായിൽ കിരീടം പ്രാപിക്കയില്ല. 2 തിമോത്തിയോസ് 2:5. പൗലോസ് ഇപ്രകാരം പറയുന്നു: ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും കൂടെ. 2 തിമോത്തിയോസ് 4:8. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ച പ്രിയപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ആശായെ, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ വത്സമ്മ ഏലിയാസ്, സിസ്റ്റർ ജിൻസി ജെസി, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ ഷീല ജോസ്, സിസ്റ്റർ മോളിക്കുട്ടി, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ ബിജി, സിസ്റ്റർ രാധിക, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ ജലജ, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ ആലിസ് യോഹന്നാൻ, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ഗീതമ്മ, സിസ്റ്റർ അനീറ്റ, സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ ജയ വിനേഷ് 2 പ്രാവശ്യം അയച്ചിട്ടുണ്ട്. സിസ്റ്റർ പ്യാരി അജി, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ ലിതി തോമസ്, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ്, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ സീന സജി, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ സുസമ്മ തോമസ്, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ വത്സ വത്സൻ, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, 2 ഉത്തരമേ വന്നിട്ടുള്ളൂ. സിസ്റ്റർ റെനി സാം, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ അജിത രാജൻ, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ ഷീന അജി, സിസ്റ്റർ മീഖ ഷെറിൻ, സിസ്റ്റർ നികിത, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ രജനി എസ്, സിസ്റ്റർ ആനിസ് കറിയ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈബിൾ ക്വിസിൻ്റെ വീഡിയോയ്ക്ക് താഴെയാണ് കമൻറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഓരോ ബൈബിൾ ക്വിസിനും ഉത്തരം അയക്കുമ്പോൾ ആ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ ആതിര. സിസ്റ്റർ ആതിര അയച്ച എല്ലാ ഉത്തരവും ശരിയാണ്, പക്ഷേ ഇതിൽ റെഫറൻസ് ഇല്ല. നമ്മുടെ നിബന്ധനയിൽ പറയുന്നുണ്ട് എല്ലാ ഉത്തരങ്ങൾക്കും റെഫറൻസ് ആവശ്യമാണ്. അപ്പോൾ ഇനിയും അയക്കുമ്പോൾ റെഫറൻസ് കൂടി അയക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരെയും
ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രയും പേരാണ് നമ്മുടെ ഉത്തരങ്ങൾ അയച്ചിരിക്കുന്നത്. നോക്കാം. ശരി ഉത്തരം അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ആശായെ, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ ട്രീസ പോൾ, സിസ്റ്റർ ബിജി സാൻ ജോസ്, സിസ്റ്റർ രാധിക, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ഗീതമ്മ രാജു, സിസ്റ്റർ പ്യാരിയാജി, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ ലിഥി തോമസ്, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ്, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ സീന സജി, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ വത്സ വത്സൻ, സിസ്റ്റർ സുജ ജെയിംസ്, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ അനിത ലിജി, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ ഷീന അജി, സിസ്റ്റർ നിഖിത ഷാജി, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ ആനീസ് കറിയ, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ. ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ച് വിജയികളായിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ ചർച്ചിലെ മെമ്പേഴ്സിന്, നിങ്ങൾക്ക് അറിയുന്ന മറ്റു പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേയും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കുമാറാകട്ടെ. ആമേൻ.